ശാസ്ത്രവും അതിഭൗതിക വ്യാഖ്യാനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആധുനിക ശാസ്ത്രം നമ്മളുടെ ജീവിതത്തെ വളരെ നിർണായകമായി സ്വാധീനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക ശാസ്ത്രം ഇല്ലാതെ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആദിവാസികളുടെ ഇടയിൽ പോലുമുള്ളവർക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു സ്ഥിതി ഏതാണ്ട് സംജാതമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ ജനജീവിതത്തെ അടിമുടി സ്വാധീനിക്കുകയും ജനങ്ങളുടെ അനുഭവ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായി, ഒരു വലിയ ഭാഗമായി അത് മാറുകയും ചെയ്തതോടെയാണ് നമ്മളുടെ മതവാദികളും മൗലികവാദികളും വർഗീയവാദികളും ഒക്കെ തങ്ങളുടെ മതവും ശാസ്ത്രീയമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നത്. ജനങ്ങൾക്ക് മതത്തിലും അതിൻ്റെ രീതിശാസ്ത്രത്തിലുമുള്ള വിശ്വാസം ചോർന്നു പോകുന്നത് തടയാൻ ഇത്തരം പ്രചരണങ്ങൾക്ക് കഴിയുമെന്ന് സാധാരണയായിട്ട് കരുതപ്പെടുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെയും സംഭാവനകളെയും മതാചാര്യന്മാരും മതാധിഷ്ഠിത പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും ഉപയോഗിക്കുന്നതിനെ തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മളുടെ മത നേതൃത്വങ്ങൾ നടത്തുന്ന രഥയാത്രകളിലൊക്കെ സജ്ജീകരിക്കപ്പെടുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ മതാചാര്യന്മാരും മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുമൊക്കെ ഉപയോഗിക്കുന്നതിനെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെ നിരസിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുക അസാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കുന്നതിന് ഒരു മതശാസ്ത്ര ചർച്ച ആവശ്യമാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. മതം ശാസ്ത്രീയമാണെന്ന വാദം മതസംഘടനകളിലെ പ്രയോജനവാദികൾക്ക് വളരെ ഗുണപ്രദമാണ്. ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് ചില ഘട്ടങ്ങൾ ആയിട്ട് തിരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദഗതികളിലൊന്നാണ് മതപുസ്തകങ്ങൾ ശാസ്ത്രീയമാണ് എന്നുള്ളത്. ഇപ്പോൾ ഹോളി ബുക്സ് ആർ സയൻറ്റിഫിക് എന്ന രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ കോണുകളിൽ നിന്ന് കാണാം. ഏത് മതത്തിൽപ്പെട്ടതാകട്ടെ എല്ലാ മതമൗലികവാദികളും തങ്ങളുടെ മതങ്ങൾ ശാസ്ത്രീയമാണെന്ന് വാദിക്കാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ഹനുമാൻ കോവിലിൻ്റെ പൂജാരിയാകട്ടെ, പള്ളി വികാരിയാകട്ടെ, മഷിനോട്ടം നടത്തുന്ന മൊല്ലാക്കയാകട്ടെ, ഇവരെല്ലാം അത് കൈനോട്ടക്കാരനും ജ്യോതിഷിയും മന്ത്രവാദിയും സൃഷ്ടിവാദിയും തങ്ങളുടെ വ്യവഹാരങ്ങളൊക്കെ ശാസ്ത്രീയമാണെന്ന് പറയാൻ, അതിന് ശാസ്ത്രത്തിൻ്റെ അന്തസ്സ് നൽകി സർവകലാശാലകളിൽ പഠിപ്പിക്കണമെന്ന് പറയാൻ അവർ താല്പര്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. മുതലാളിത്തത്തിൻ്റെ തലസ്ഥാനത്തിൽ നിന്ന് വളരെ വലിയ പണ്ഡിതനായിട്ടുള്ള സുഭാഷ് കാക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൗരാണിക ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ ഭൗതികശാസ്ത്ര പുസ്തകങ്ങളാണെന്ന് പറയുന്ന ലേഖനങ്ങൾ, അതിൽ സ്ഥാപിക്കുന്ന ലേഖനങ്ങൾ എഴുതുന്നത് നാം കാണുന്നു. ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണശാലകളിലും പഠനമുറികളിലും സൃഷ്ടിച്ചെടുക്കുന്ന ജ്ഞാനം ഭഗവത്ഗീതയിലും ഉപനിഷത്തുകളിലും സമാഹരിച്ചിരിക്കുന്നവയാണെന്ന് പറയുന്ന ഹിന്ദു വർഗീയവാദത്തിൻ്റെ, അതുപോലെ തന്നെ ആധുനിക ഭൗതികം യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിജ്ഞാനീയത്തെ, ഏകദൈവത്തെ ഒക്കെ യഥാർത്ഥത്തിൽ ശ്ലാഘിക്കുകയാണെന്ന്, അവയെയൊക്കെ സ്ഥാപിച്ചെടുക്കുന്നുവെന്ന് പറയുന്ന ഇസ്ലാം മതമൗലികവാദത്തിൻ്റെ, ഇവരുടെയൊക്കെ തുടർച്ചയായിട്ട് ഇവരൊക്കെ രൂപീകരിക്കുന്ന ശ്രൗതശാസ്ത്ര പരിഷത്തിൻ്റെ, ഖുറാൻ ശാസ്ത്ര പരിഷത്തിൻ്റെയൊക്കെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തെയാണ് ഞാൻ ഇവിടെ അവലോകനത്തിന് വിധേയമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഇവരുടെ താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതിന് അവരുടെ അതീതത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള താല്പര്യങ്ങൾക്കപ്പുറത്ത്, അതിന് ശുദ്ധമായിട്ടുള്ള അത്തരത്തിലുള്ള താല്പര്യങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ ഇത് ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ താല്പര്യങ്ങളാണ് പലപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള ഇപ്പോൾ താല്പര്യങ്ങളിലുപരി
ഇത്തരത്തിലുള്ള താല്പര്യങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരേ അളവുകളിലല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവുകളിലാണ് ഇവരിൽ തന്നെയുള്ളവർ കാണുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ മതത്തെ ശാസ്ത്രവുമായിട്ട് സമീകരിക്കുന്ന പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ചിലരുടെ പേരുകളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ക്ലോഡ് അൽവാരസ്, സുകുമാർ അഴീക്കോട്, വിവേകാനന്ദൻ, ജെ.സി. ബോസ്, സുഭാഷ് കാക്ക്, ഫ്രിജോഫ് കാപ്ര, ദീപക് ചോപ്ര, ഇവരൊക്കെ ഈ പ്രവണതകൾ പ്രകടിപ്പിക്കുന്നവരാണ്. ഇവരെല്ലാം പക്ഷേ ഇത് ഒരേ അളവിലല്ല, ഒരേ രീതിയിലുള്ള ഒരു സമീപനമാണ് ഇതിനോട് സ്വീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ജോർജ് ഗീവർഗീസ് ജോസഫിനെ മാറ്റി നിർത്തേണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ആ നമ്പറിൻ്റെ ശ്രേണിയിൽ അത് പെടുത്താത്തത്. അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ പരാമർശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മതവുമായി ശാസ്ത്രത്തെ സമീകരിക്കാനായിട്ട് ഇവർ നടത്തുന്ന ശ്രമങ്ങളെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ തന്നെ കാണുകയും ചെയ്യണം. എല്ലാം ഒരേ രീതിയിലുള്ള പ്രവണതകളാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലോഡ് അൽവാരസും സുകുമാർ അഴീക്കോടും ഒക്കെ പറയുന്ന ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന ഏതാണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട്, 2 നൂറ്റാണ്ട് കാലത്തിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട ഒരു സാധനം. അത് ഇന്ത്യൻ യോഗാത്മകതയുമായിട്ട്, ഇന്ത്യയിലെ വേദാന്തവുമായിട്ട്, ഇന്ത്യയിലെ പൗരാണിക ചിന്തയായിട്ട് ഇന്ന് തർക്കിക്കാൻ യോഗ്യതയുള്ളതെന്നല്ല എന്ന രീതിയിൽ ആധുനികമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാനം യഥാർത്ഥത്തിൽ വേദാന്തത്തിനൊക്കെ വളരെ താഴെയാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം അവർ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേസമയം വിവേകാനന്ദൻ കുറച്ചുകൂടെ പഴയ രീതിയിലുള്ളൊരു സമീപനമാണ് വിവേകാനന്ദൻ്റെ സമീപനം. വിവേകാനന്ദൻ യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രവും മതവും തമ്മിൽ യോജിക്കേണ്ടതാണ് എന്നൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അത് 2 രീതിയിലുള്ള സത്യാന്വേഷണ മാർഗങ്ങളാണ്, 2 സത്യാന്വേഷണ വ്യവഹാരങ്ങളാണ് മനുഷ്യൻ്റെ. ഇവ യോജിപ്പിലെത്താതെ കഴിയില്ല എന്നൊരു നിലപാട് വിവേകാനന്ദൻ സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടിൻ്റെ അടിയിൽ ഇവയെ യോജിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട് എന്ന് അദ്ദേഹം, മതത്തെയും ശാസ്ത്രത്തെയും യോജിപ്പിക്കുന്ന ഏകത്വം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന രീതിയിലുള്ളൊരു സമീപനം വിവേകാനന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത് കാണാൻ കഴിയും. ജെ.സി. ബോസിനെ പോലുള്ള ശാസ്ത്രകാരന്മാർ ഇത് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജെ.സി. ബോസിനെ ഇന്ത്യയിലെ ആദ്യത്തെ ഭൗതിക ശാസ്ത്രജ്ഞനെന്നോ ആധുനിക ശാസ്ത്രജ്ഞനെന്നോ ഒക്കെ വിളിക്കാവുന്ന ജഗദീഷ് ചന്ദ്ര ബോസിനെ വിവേകാനന്ദൻ ഏറെ പുകഴ്ത്തുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയുടെ യശസ് വിദേശങ്ങളിൽ ശാസ്ത്രലോകത്ത് ഉയർത്തിയ ഒരാളായി വിവേകാനന്ദൻ തന്നെ ജെ.സി. ബോസിനെ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മാർക്കോണിയോടൊപ്പം വിദ്യുത് കാന്തിക തരംഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പിൽക്കാലത്ത് വിവേകാനന്ദൻ ഇദ്ദേഹത്തെ പിടികൂടുന്നതോടുകൂടി, വിവേകാനന്ദൻ്റെ ആശയലോകം ജെ.സി. ബോസിനെ പിടികൂടുന്നതോടുകൂടി അദ്ദേഹം എല്ലാം ഒന്നാണ്, എല്ലാം ഏകത്വത്തിലേക്കാണ്. ഇപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിന് അദ്ദേഹം അയക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഒന്നാണ് എല്ലാം ഒന്നാണ് എന്ന് ടാഗോറിന് അദ്ദേഹം എഴുതുന്നുണ്ട്. അത് അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ ആദർശ ലോകത്തെ എന്താണ് എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയായിരുന്നു. വിവേകാനന്ദനിൽ നിന്നും സ്വായത്തമാക്കിയ ഈ ബ്രഹ്മസങ്കല്പനത്തിൻ്റെ ഒരുതരം വിവർത്തന രൂപമായിരുന്നു ഇത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ചിന്തകളിലേക്ക് കടന്നു വരുന്നതും എല്ലാ ശാസ്ത്ര പ്രതിഭാസങ്ങൾക്കും ഒരേ കാരണം തന്നെ കണ്ടെത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ പിൽക്കാലത്ത് ഏറെ അപഹസിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായി ഇദ്ദേഹം മാറിത്തീരുന്നു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യയശാസ്ത്രപരമായ കയറ്റങ്ങൾ എങ്ങനെ ശാസ്ത്രത്തെ മാറ്റി തീർക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ ആധുനിക ശാസ്ത്രജ്ഞന്മാരിൽ ആദ്യത്തെ ആളെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വ്യത്യസ്ത പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഒരേ വിശദീകരണം നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പാശ്ചാത്യ ശാസ്ത്രത്തിൻ്റെ യാന്ത്രിക വീക്ഷണത്തെ ഇന്ത്യയുടെ യോഗാത്മകത കൊണ്ട് ചികിത്സിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ജെ.സി. ബോസ് അതിൽ പരാജയപ്പെടുക മാത്രമല്ല അപഹസിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ബോസിൻ്റെ ഈ പരാജയത്തിൽ വിവേകാനന്ദൻ്റെ വലിയ ഒരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അടുത്ത മറ്റു ചിലരിലേക്ക് വരിക. സുഭാഷ് കാക്കിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. മുതലാളിത്തത്തിൻ്റെ തലസ്ഥാനത്തിരുന്ന് അമേരിക്കയിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ശാസ്ത്ര പുസ്തകങ്ങൾ, ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങൾ ആധുനിക ഭൗതിക ശാസ്ത്ര പുസ്തകങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം.
ഫ്രിജോഫ് കാപ്രയെക്കുറിച്ചും ദീപക് ചോപ്രയെക്കുറിച്ചുമാണ് എനിക്ക് ഇതോടൊപ്പം പറയാനുള്ളത്. ഞാനത് വളരെ വിശദമായി സംസാരിക്കേണ്ടതാണ്. അതിനു മുമ്പ് എന്തുകൊണ്ട് ഞാൻ ജോർജ് ഗീവർഗീസ് ജോസഫിനെ ഈ ലിസ്റ്റിൽ പെടുത്തി എന്നുള്ളതിനെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ പഴയ കാലത്തെ ജ്ഞാനരൂപങ്ങളെ സമീപിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ജോർജ് ഗീവർഗീസ് ജോസഫിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. പഴയകാല ജ്ഞാനം മുഴുവൻ അപ്രസക്തമാണെന്ന് പറയുന്ന ഒരു സമീപനം ഇതിൻ്റെ കൂടെ തിണർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആധുനിക ശാസ്ത്രം ഇന്ത്യയിലുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തപ്പെടുകയും ശാസ്ത്രം ഒരു യൂറോപ്യൻ കൺസ്ട്രക്റ്റാണ്, യൂറോപ്യൻ നിർമ്മിതിയാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതിന് വളരെ വ്യക്തമായ രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു മറുപടി നൽകിയിട്ടുള്ള ഒരു ഗണിതശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കാണ് ജോർജ് ഗീവർഗീസ് ജോസഫിൻ്റെ കണ്ടെത്തലുകളെ നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ മയൂരശിഖ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ദി ക്രസ്റ്റ് ഓഫ് പീകോക്ക് എന്ന പുസ്തകം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാർ ഏതാണ്ട് ന്യൂട്ടന് മുമ്പ് 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കേരള മാത്തമാറ്റിക്കൽ സ്കൂൾ യഥാർത്ഥത്തിൽ ലോകത്തിന് നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ഈ അടുത്ത കാലത്ത് ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂട്ടൻ്റെ ജീവിതകാലത്ത് ന്യൂട്ടനും അക്കാലത്തെ പ്രശസ്ത ദാർശനികനായിരുന്ന ലെബനിറ്റ്സും തമ്മിൽ നടന്ന ഒരു ഏറ്റവും വലിയൊരു തർക്കം ആരാണ് കാൽക്കുലസ് കണ്ടുപിടിച്ചത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ന്യൂട്ടനാണോ ലെബനിറ്റ്സ് ആണോ ആദ്യമായിട്ട് കാൽക്കുലസ് കണ്ടുപിടിച്ചത്? ഈ കാൽക്കുലസ് ആണ് പിൽക്കാലത്ത് മെക്കാനിക്സിൻ്റെ ബലതന്ത്രത്തിൻ്റെ ക്ലാസിക്കൽ ബലതന്ത്രത്തിൻ്റെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ അടിത്തറയായി തീരുന്നത് ഈ ശാസ്ത്രശാഖയാണ്. യഥാർത്ഥത്തിൽ ഈ ഗണിതശാസ്ത്രശാഖയാണ്, കാൽക്കുലസ് എന്നുള്ള ഗണിതശാസ്ത്രശാഖയാണ്. ഈ കാൽക്കുലസിലേക്ക് കടക്കാൻ കഴിയുന്ന രീതിയിലുള്ള പലപ്പോഴും ഓയിലറും ന്യൂട്ടനും ഒക്കെ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ഗണിതശാസ്ത്രജ്ഞന്മാർ രൂപീകരിച്ച സിദ്ധാന്തങ്ങൾ ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ നമ്മളുടെ സംസ്ഥാനത്ത് ഇരിങ്ങാലക്കുടയിൽ ജീവിച്ചിരുന്ന സംഗ്രാമമാധവനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ചേർന്ന് രൂപീകരിച്ചിരുന്നു എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ജോർജ് ഗീവർഗീസ് ജോസഫ് ലോകത്തിന് മുമ്പായി കൊണ്ടുവന്നത്. ഇത് ഇന്ന് മാധവ ഓയിലർ സീരീസ്, മാധവ ന്യൂട്ടൺ സീരീസ് എന്നൊക്കെയുള്ള രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശ്രേണികളുടെ രൂപത്തിൽ ഇന്ന് പഠനത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസിന് ഇതിൽ നിന്ന് മാറ്റി നിർത്തി കാണേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ജോർജ് ഗീവർഗീസ് ജോസഫിനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യൻ പ്രത്യേകിച്ച് ഇന്ന് ഹിന്ദു വർഗീയവാദം അതിൻ്റെ മുഴുവൻ ശക്തികളോടുകൂടി നമ്മളുടെ രാജ്യത്ത് പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. ആധുനിക ശാസ്ത്രവും യോഗാത്മകതയും ഇവ ഒത്തുചേർക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇതിൻ്റെ രീതിശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഒത്തുചേർക്കാൻ കഴിയുമോ? സൈദ്ധാന്തികമായിട്ട് ഇവയെ ഒത്തുചേർക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ ഒരു വ്യവഹാരം ഉൽപ്പാദിപ്പിക്കുന്ന ജ്ഞാനം അടുത്ത വ്യവഹാരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ഈ രീതിയിൽ വേണം ഇതിനെ പരിഹരിക്കാൻ. ഒന്ന്, നമുക്കതിനെ പരീക്ഷണാത്മകമായ രീതിയിൽ പരിശോധിക്കുക. ഉദാഹരണത്തിന് ആധുനിക ഭൗതികം ഉൽപ്പാദിപ്പിക്കുന്ന റിസൾട്ടുകൾ, ഫലങ്ങൾ യഥാർത്ഥത്തിൽ യോഗാത്മകതയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയല്ലെങ്കിൽ സൈദ്ധാന്തികമായി ഒന്നിൻ്റെ കാറ്റഗറീസ്, അതിൽ ഉപയോഗിക്കുന്ന തിയറട്ടിക്കൽ കാറ്റഗറീസ്, സൈദ്ധാന്തിക ഗണങ്ങൾ അടുത്തതിൻ്റെ സൈദ്ധാന്തിക ഗണങ്ങൾ തന്നെയാണെന്ന് സ്ഥാപിക്കാനും അവ തമ്മിൽ ഒരു സമാനത, ഒരു പൊരുത്തം ഉറപ്പിക്കാനും നമുക്ക് കഴിയുമോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവ തമ്മിൽ ഒത്തുചേർക്കാൻ കഴിയും, നമുക്ക് പറയാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളിലും ഇത് പരാജയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ആധുനിക ഭൗതികശാസ്ത്രം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജ്ഞാനത്തെ യോഗാത്മകതയിലൂടെ, അത് യോഗാത്മക ചിന്തയിലൂടെ അല്ലെങ്കിൽ വേദാന്ത ചിന്തയിലൂടെ ഒക്കെ അത് ഉൽപ്പാദിപ്പിച്ചതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണകളും നമുക്ക് ലഭ്യമല്ല. ഏതെങ്കിലും രീതിയിൽ സൈദ്ധാന്തികമായിട്ട് ഈ കാറ്റഗറീസ് തുല്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതുമില്ല. എന്തെങ്കിലും രീതിയിലുള്ള ചില പാറ്റേൺ സീക്കിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ രൂപകങ്ങളിലൂടെ കണ്ടെത്താനൊക്കെയുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇവർ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുമാത്രമല്ല, ഇത് സൂചിപ്പിക്കുന്ന രീതിശാസ്ത്രപരമായ വിഭിന്നതകൾ. എന്താണ് ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം? ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം തീർച്ചയായിട്ടും അത് ലോകത്തെ പരീക്ഷിച്ചുകൊണ്ട് നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ലോകത്ത് നിന്ന് ജ്ഞാനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് ആധുനിക ഭൗതികശാസ്ത്രത്തിനുള്ളത്. അത് പുറത്തേക്ക് നോക്കുന്നതാണ്.
ഔട്ട് ദെയർ എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ള വിമർശകർ പോലും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അത് പുറത്തേക്ക് നോക്കുന്ന ഒന്നാണ്. അതേസമയം ഒരിക്കലും യോഗാത്മകത അങ്ങനെ പുറത്തേക്ക് നോക്കുന്ന ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. അത് അകത്തേക്ക് നോക്കുന്നതിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഈ അകത്തേക്ക് നോക്കുന്നതാകട്ടെ, അകത്തേക്ക് നോക്കുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ രീതിശാസ്ത്രത്തെ ഞാൻ ഇവിടെ വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ അകത്തേക്ക് നോക്കുന്നതാകട്ടെ ഏതെങ്കിലും രീതിയിൽ വാക്കുകളിൽ രേഖപ്പെടുത്താവുന്നവയോ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാവുന്നവയോ ആയിട്ട് അത് തന്നെ കാണുന്നില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഒരു അനുഭവത്തിൽ മുഴുകാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുക മാത്രമാണ് അത് യോഗാത്മകത ചെയ്യുന്നത്. അപ്പോൾ ഇവയുടെ രീതിശാസ്ത്രങ്ങൾ തന്നെ വളരെ വിഭിന്നമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ രീതിശാസ്ത്രങ്ങളെയാണ് ഇവർ ഒരുമിച്ച് ചേർക്കാനും അതിനുശേഷം തങ്ങളുടെ ഇന്നത്തെ പ്രയോജനവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇതിനകത്ത് തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഫ്രിജോഫ് കാപ്രയെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ഈസ്റ്റേൺ മിസ്റ്റിസിസത്തെ നമ്മളുടെ പൗരസ്ത്യ മതങ്ങളിലെ ആശയലോകത്തെ ആധുനിക ശാസ്ത്രവുമായി ബന്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ഫ്രിജോഫ് കാപ്ര. അദ്ദേഹത്തിൻ്റെ ദി ടാവോ ഓഫ് ഫിസിക്സ് എന്നുള്ള പുസ്തകം ഏതാണ്ട് 80കളിൽ പുറത്തു വന്ന പുസ്തകമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ 80കളിൽ പുറത്തു വന്നൊരു പുസ്തകമാണ്. ഇപ്പോഴും ആ പുസ്തകം അഴിച്ചുവിട്ട കോലാഹലങ്ങൾ ആ രീതിയിൽ അടങ്ങിയിട്ടില്ലെന്ന് നമുക്ക് കരുതാൻ കഴിയും. കാരണം ആ പുസ്തകത്തിൻ്റെ പ്രസാധനത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ പോലും ധാരാളം പുസ്തകങ്ങൾ ഇതിൻ്റെ ചുവട് പിടിച്ച് പുറത്തിറങ്ങുകയുണ്ടായി. ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് എഴുതി തുടങ്ങിയ കേശവൻ നായരുടെ പുസ്തകങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഈ ഫ്രിജോഫ് കാപ്രയെയാണ് ആധാരമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനു മുമ്പ് നിത്യചൈതന്യതിയുടെ ഊർജ്ജതാണ്ഡവം പോലെയുള്ള പുസ്തകങ്ങൾ ഒക്കെ യഥാർത്ഥത്തിൽ ഇതിനെ ആശാമേനോൻ എഴുതിയ ഫ്രിജോഫ് കാപ്രയെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ലിറ്ററേച്ചർ, പ്ലീത്തോറ ഓഫ് ലിറ്ററേച്ചർ നമുക്ക് പുറത്തു വന്നിട്ടുള്ളത് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഹിന്ദു മതമൗലികവാദ വർഗീയവാദ ശക്തികൾ ഈ പുസ്തകത്തിന് വളരെ വലിയ പ്രചരണമാണ് നൽകിയത്. യഥാർത്ഥത്തിൽ ഈസ്റ്റേൺ മിസ്റ്റിസിസത്തെ ഇതുമായി നമ്മളുടെ ഭൗതികശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വലിയ ഒരു ശ്രമം ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. കാപ്രയുടെ ചിത്രത്തോട് അടുത്ത് ഞാൻ നൽകിയിരിക്കുന്നത് നടരാജ നൃത്തത്തെ ബബിൾ ചേംബറിൽ കാണുന്ന കണികകളുടെ നൃത്തമായി വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നടരാജ നൃത്തത്തിൽ ഇത് ബബിൾ ചേംബറിൽ കാണുന്ന സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ നൃത്തമായിട്ട് നടരാജ നൃത്തത്തെ കാണുന്ന യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ യോഗാത്മകതയുമായി ബന്ധിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്താണ് കാപ്ര ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ കാപ്രയുടെ യഥാർത്ഥത്തിലുള്ള ഒരു രീതിശാസ്ത്രം ഏതാണ്ട് ഇതാണ്. അപ്പോൾ അദ്ദേഹം ഹൈസൻബർഗിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മുണ്ടകോപനിഷത്തിൽ നിന്നുള്ള ചില വാക്കുകൾ ഉദ്ധരിക്കുന്നു. ഇവയിൽ സമാനതകൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ മിക്കവാറും ഉള്ള രീതിശാസ്ത്രം നമുക്ക് കാണാൻ കഴിയും. ഇവ പരസ്പരം യോജിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ബന്ധങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അത് എന്ന് ധരിപ്പിക്കുന്നതിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാറ്റഗറീസ് ഇവയെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്ന ഒരു ശ്രമം അതേസമയം ഇദ്ദേഹം നടത്തുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഫ്രിജോഫ് കാപ്രയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. ഈ ഫ്രിജോഫ് കാപ്രയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം യഥാർത്ഥത്തിൽ മൗലിക കണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില സമീപനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിലെ അപര്യാപ്തതകളെ, പരാജയ സ്ഥാനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹൈസൻബർഗിൻ്റെ ഫിസിക്സ് ആൻഡ് ഫിലോസഫി തീർച്ചയായിട്ടും കാപ്രയെ പോലുള്ളവർക്ക് വളരെ വലിയ
ഒരു വരദാനം പോലെ കിട്ടിയ ഒരു പുസ്തകമാണത്. കാരണം ഹൈസൻബർഗിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും കാപ്രയെ പോലുള്ളവർ സംസാരിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹൈസൻബർഗ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് ശാസ്ത്രത്തിൽ നടക്കുന്ന നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും രീതി യഥാർത്ഥത്തിൽ നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഒന്നല്ല എന്ന രീതിയിലുള്ളൊരു സമീപനം മൗലിക കണങ്ങളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈസൻബർഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് ആ രീതി? നമ്മൾ പദാർത്ഥത്തിൻ്റെ മൗലിക കണങ്ങൾ, ദ്രവ്യത്തിൻ്റെ മൗലിക കണങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആറ്റങ്ങളെ കണ്ടെത്തുന്നു. ആറ്റങ്ങൾ പിന്നീട് വിഭജിക്കാവുന്നവയാണ് എന്ന രീതിയിൽ അവയിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. പിന്നീട് ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും പ്രോട്ടോണുകളും മൗലിക കണങ്ങളാണോ എന്ന കാര്യത്തിൽ നമുക്ക് സന്ദേഹങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും യഥാർത്ഥത്തിൽ മൗലിക കണങ്ങളല്ല, അവ മറ്റെന്തോ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ നമ്മൾ ഈ രീതിയിലുള്ള ഈ വിഭജന പ്രക്രിയ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ഈ രീതിയിലുള്ള ഒരു പഠന രീതി തന്നെ തെറ്റാണ് എന്നും സമർത്ഥിക്കുന്നത്. ഇങ്ങനെ മൗലിക കണങ്ങളെ കുറിച്ച് പറയുന്ന പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന കണത്തെ കണ്ടെത്താനുള്ള ശ്രമം എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ രീതിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായി ഹൈസൻബർഗ് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്വാർക്ക് തിയറിക്ക് എതിരായിട്ടുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അക്കാലത്ത് മുന്നോട്ട് വയ്ക്കപ്പെട്ട ജെഫ്രി ച്യൂ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു സമീപനം അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജെഫ്രി ച്യൂ മുന്നോട്ട് വച്ച ദി ബൂട്ട്സ്ട്രാപ്പ് തിയറി എന്ന പേരിലുള്ള ഒരു തിയറി ഉണ്ട്, ഒരു ചെരുപ്പുവള്ളി സിദ്ധാന്തം. അദ്ദേഹം പറയുന്നത് ഇവ എല്ലാറ്റിലും ഉണ്ട് എന്നാണ്. അപ്പോൾ ഒരു കണികയിൽ അടുത്ത കണികയുണ്ട്, ഇവ പരസ്പര ബന്ധിതങ്ങളാണ് എന്നുള്ള നിലയിലാണ്. അദ്ദേഹം ഒരു ഉപമ എന്നുള്ള നിലയ്ക്ക് ഒരു വനത്തെ കാണുന്നു. ആ വനത്തിൽ എങ്ങനെ ജീവികൾ പരസ്പരം കൊടുത്തും വാങ്ങിയും ജീവിക്കുന്നുവോ അതുപോലെയാണ് കണികകളെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു കണികയിൽ അടുത്ത കണികയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ വളരെ ഉയർന്ന ഊർജ്ജമുള്ള ഒരു പ്രോട്ടോണിനെ മറ്റൊരു പ്രോട്ടോൺ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ മറ്റ് കണികകൾ ഉണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ കണികകളിൽ മറ്റ് കണികകളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് വേണമെങ്കിൽ പറയാം എന്ന രീതിയിൽ ഒരു കണികയിൽ തന്നെ മറ്റ് കണികകളുണ്ട്, അല്ലാതെ ഇവയ്ക്ക് ഏതെങ്കിലും രീതിയിൽ മൗലികമായിട്ടുള്ള കണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അപ്രസക്തമാണ് എന്ന രീതിയിലുള്ളൊരു സമീപനം ജെഫ്രി ച്യൂ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമഗ്രമായിട്ടുള്ളൊരു സമീപനമാണ്, ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു സമീപനമാണ് ആവശ്യമെന്നും മൗലിക കണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ക്വാർക്ക് തിയറിയെ പോലുള്ളവ നമ്മൾ യഥാർത്ഥത്തിൽ തള്ളിക്കളയേണ്ടവയാണ് എന്നുള്ള രീതിയിലുള്ളൊരു സമീപനം ഹൈസൻബർഗിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരും പിൽക്കാലത്ത് ഇത് ഫ്രിജോഫ് കാപ്രയെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരും ഏറ്റെടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ന് ആരും ജെഫ്രി ച്യൂവിൻ്റെ ബൂട്ട്സ്ട്രാപ്പ് തിയറിയെക്കുറിച്ച് പറയുന്നത് പോലുമില്ല. കാരണം അതിന് യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മ ലോകത്ത് നാം കണ്ടെത്തുന്ന രീതിയിലുള്ള പ്രതിഭാസങ്ങളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാനുള്ളൊരു കഴിവുള്ള ഒരു സിദ്ധാന്തമായിരുന്നില്ല അത് എന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൂക്ഷ്മലോക ഭൗതികത്തെ കാര്യമായി വിശദീകരിക്കുന്നതിന് ക്വാർക്ക് തിയറിയാണ് ഉചിതമെന്ന് മനസ്സിലാക്കുകയും ക്വാർക്ക് തിയറിയെക്കുറിച്ച് പിൽക്കാലത്ത് ലഭിച്ചിട്ടുള്ള പുത്തൻ അറിവുകൾ യഥാർത്ഥത്തിൽ ഇന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബലങ്ങളെക്കുറിച്ച് അവയുടെ ഏകീകരണത്തെക്കുറിച്ചും ഒക്കെയുള്ള സിദ്ധാന്തങ്ങൾക്ക് ഊർജം പകരുകയും ചെയ്യുന്ന ഒരു സ്ഥിതി സംജാതമായതോടുകൂടി യഥാർത്ഥത്തിൽ ഈ ജെഫ്രി ച്യൂവിൻ്റെ തിയറി തന്നെ ഇന്ന് അപ്രസക്തമാവുകയും ക്വാർക്കുകളെയും ലെപ്റ്റോണുകളെയും കുറിച്ചുള്ള ക്വാർക്കുകളും 6 ലെപ്റ്റോണുകളും ആണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡേർഡ് മോഡൽ ഇന്ന് സ്വീകാര്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫ്രിജോഫ് കാപ്രയൊക്കെ ഒരു കാലത്ത് മുന്നോട്ട് വെച്ച ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമഗ്രതയെക്കുറിച്ചുള്ള സിദ്ധാന്തം പിൽക്കാലത്ത് തള്ളപ്പെട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ സൂചിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്നുള്ളതാണ്. അതിന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ വിപ്ലവമാണ്. അത് തീർച്ചയായിട്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്ലാസിക്കൽ ഭൗതിക ശാസ്ത്രം വളരെ വലിയ വെല്ലുവിളികളെ നേരിടുകയും അതിൻ്റെ
ഡിറ്റർമിനിസ്റ്റിക്കും അതുപോലെ തന്നെ നിശ്ചിതത്വത്തിലുമൊക്കെ ഊന്നുന്ന ദർശനം വെല്ലുവിളിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ ഉയർന്നു വന്ന ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ബലതന്ത്രം സൂക്ഷ്മ ലോകത്ത് വിപ്ലവകരമായ പല മൂലകങ്ങളെയും യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ അതിലെ ചില പ്രധാനപ്പെട്ട മൂലകങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മളിവയെല്ലാം വളരെ വിശദമായിട്ട് ഉള്ള വിശകലനത്തിന് എടുക്കാൻ സമയമില്ല. ഒന്ന്, പ്രകാശത്തിന് തരംഗ സ്വഭാവമുണ്ട്, കണികാ സ്വഭാവമുണ്ട്. തരംഗ കണിക ദ്വൈത. പ്രകാശത്തിന് എന്നതുപോലെ തന്നെ ദ്രവ്യത്തിനും ഈ സ്വഭാവങ്ങളുണ്ട്. തരംഗ കണിക ദ്വൈത സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് തരംഗ കണിക ദ്വൈതം എന്ന പേരിൽ അറിയപ്പെടുന്ന, വേവ് പാർട്ടിക്കിൾ ഡിവാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടം മെക്കാനിക്സ് മുന്നോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവാത്മകമായ പരിവർത്തനമായിരുന്നു ഇത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നിന് ദ്രവ്യത്തിന് രണ്ട് സ്വഭാവങ്ങളുണ്ട് എന്ന് അത് പറയുകയാണ് ചെയ്തത്. അതിനു മുമ്പ് അത് നമ്മളുടെ ചർച്ചകളെല്ലാം തന്നെ ഇവയിൽ ഏത് സ്വഭാവമാണ് പ്രകാശത്തിൻ്റേത്, ഏത് സ്വഭാവമാണ് ദ്രവ്യത്തിൻ്റേത് എന്നുള്ളതിനെക്കുറിച്ചുള്ളവയായിരുന്നു. ദ്രവ്യത്തിന് സാമാന്യേന കണികാ സ്വഭാവവും പ്രകാശത്തിന് തരംഗ സ്വഭാവവും കൽപ്പിച്ചു നൽകുന്ന ഒരു രീതിയായിരുന്നു ക്ലാസിക്കൽ ഭൗതികം സ്വീകരിച്ചിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് രണ്ടിനും ഇരട്ട സ്വഭാവങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സമീപനം ക്വാണ്ടം ഫിസിക്സ് സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. മറ്റൊന്ന് അനിശ്ചിതത്വ നിയമം, അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ എന്നോ പ്രിൻസിപ്പിൾ ഓഫ് ഡിറ്റർമിനസി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ ദർശനത്തിന് നൽകിയ വലിയൊരു അടിയായിരുന്നു. കാരണം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് കരുതിയിരുന്നത് നമുക്ക് പ്രപഞ്ചത്തിലെ ഒരു കണികയുടെ ഇപ്പോഴത്തെ സ്ഥിതിയും അതിൻ്റെ ഇപ്പോഴത്തെ പ്രവേഗമോ അതിൻ്റെ വെലോസിറ്റിയോ അതിൻ്റെ മൊമെൻറ്റോ അറിയാമെങ്കിൽ നമുക്ക് ആ കണികയുടെ ഭാവി നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. അഥവാ ലോകം ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണ്, പ്രവചനീയമായിട്ടുള്ള ഒന്നാണ്, അതൊരു ക്ലോക്കിനെ പോലെയാണ് എന്ന് കരുതുന്ന ഒരു സമീപനമാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിനുണ്ടായിരുന്നത്. അങ്ങനെ വളരെ പ്രവചനീയമായിട്ടുള്ളൊരു ലോകത്തിന് പകരം അപ്രവചനീയമായ, പ്രവചിക്കാൻ അസാധ്യമായിട്ടുള്ള ഒന്നിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് അനിശ്ചിതത്വ നിയമം. അത് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കണികയുടെ, അത് നമ്മൾ സൂക്ഷ്മ ലോകത്തിലേക്ക് കടന്നാൽ, അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നാം പരിചയപ്പെടുന്ന ലോകമല്ല, നമ്മൾ സൂക്ഷ്മ ലോകത്തിലേക്ക്, ഇലക്ട്രോണുകളുടെ പ്രോട്ടോണുകളുടെയൊക്കെ ലോകത്തിലേക്ക്, ആറ്റങ്ങളുടെയൊക്കെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ സ്ഥിതി ഇതല്ല എന്നാണ് ക്വാണ്ടം ഭൗതികം പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കണികയുടെ സ്ഥാനവും അതുപോലെ തന്നെ അതിൻ്റെ പ്രവേഗവും നമുക്ക് ഒരേ സമയത്ത് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഭാവി പ്രവചിക്കാൻ കഴിയും എന്നുള്ള പ്രവചനീയത യഥാർത്ഥത്തിൽ അതിൻ്റെ ആ നിർണയപരമായ സ്വഭാവം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുകയാണ് ക്വാണ്ടം ഫിസിക്സ് ചെയ്തത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സംയോജന നിയമം എന്ന പേരിൽ പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെയും അവിടെയും ഒരുമിച്ച് ഉണ്ടാകുക സാധ്യമല്ല. ക്ലാസിക്കൽ ഭൗതികത്തിലുള്ള ഒരു വസ്തുവിനും രണ്ട് സ്ഥാനങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാകുക അസാധ്യമാണ്. അതേസമയം മൈക്രോ ഒബ്ജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില സാധ്യതകളുണ്ട് എന്ന് പറയുകയാണ് ക്വാണ്ടം ഫിസിക്സ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോണിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്പിൻ എന്ന് പറയും. ഭ്രമണം എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഭ്രമണമായിട്ട് അതിന് വലിയ ബന്ധങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ക്ലാസിക്കലായിട്ടുള്ള ഒരു അനലോഗി പറയാൻ കഴിയുന്നൊരു പ്രോപ്പർട്ടി അല്ല സ്പിൻ. പക്ഷേ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പിന്നിന് രണ്ട് ഓറിയൻറ്റേഷൻസ് സാധാരണയായിട്ട് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ കൽപ്പിക്കുന്നുണ്ട്. സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ. ഇങ്ങനെ രണ്ട് ഓറിയൻറ്റേഷൻസ് സാധ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ സ്പിൻ അപ്പ് സ്റ്റേറ്റിൻ്റെയും സ്പിൻ ഡൗൺ സ്റ്റേറ്റിൻ്റെയും ഈ രണ്ട് അവസ്ഥകളുടെ ഒരു മിക്സ്ചറായിട്ടുള്ളൊരു സ്ഥിതിയിലും ഇലക്ട്രോണിന് നിൽക്കാൻ കഴിയുമെന്നാണ് ക്വാണ്ടം ഭൗതികം പറയുക. അതിനെയാണ് സംയോജിത അവസ്ഥ എന്ന് പറയുക. ഇങ്ങനെ ഒരു സംയോജിത അവസ്ഥയുണ്ടാകും.
അപ്പോൾ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അത് സ്പിൻ അപ്പ് സ്റ്റേറ്റിലും സ്പിൻ ഡൗൺ സ്റ്റേറ്റിലും ആകുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലും ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഒരേ സമയത്ത് നിശ്ചിത ദൂരത്തിൽ പോലും നിൽക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള സ്ഥിതിഗതികളാണ് അത് സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥിതി അടുത്ത കാലത്ത് ക്രിസ്റ്റഫർ മൺറോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനൊക്കെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ മൺറോ മാത്രമല്ല, പല വീൻലാൻഡ്, ഹരാഷ്, അവർക്ക് നോബൽ സമ്മാനമൊക്കെ ലഭിക്കുകയുണ്ടായി. ഒരു ബെരിലിയം അണുവിനെ 2 സ്റ്റേറ്റുകൾ, 2 വ്യത്യസ്ത അവസ്ഥകളിൽ, അതിൻ്റെ ഒരു ഉത്തേജിതാവസ്ഥയിലും അതിൻ്റെ ഒരു മൂലാവസ്ഥയിലും നിർത്തുകയും അവയെ പരസ്പരം ഏതാണ്ട് 86 നാനോമീറ്ററോളം സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ക്രിസ്റ്റഫർ മൺറോ ചെയ്തത്. അഥവാ ഒരു കണത്തിന് 2 സ്ഥലങ്ങളിൽ, 2 സ്പേഷ്യൽ പോയിന്റ്സിൽ ഒരേ സമയത്ത് നിൽക്കാൻ കഴിയും വ്യത്യസ്ത അവസ്ഥകളിൽ എന്ന് പറയുന്നത് ചെയ്തത്. നമ്മളുടെ ക്ലാസിക്കലായിട്ട് ഇപ്പം എനിക്ക് ഇവിടെയും അവിടെയും നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥിതി, ഒരു സൂപ്പർ പോസ്ഡ് സ്റ്റേറ്റ് യഥാർത്ഥത്തിൽ ലബോറട്ടറിയിൽ ഇലക്ട്രോണിന് വേണ്ടിയിട്ട് നിർമ്മിച്ചെടുക്കുകയാണ് ക്രിസ്റ്റഫർ മൺറോ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള സംയോജിത അവസ്ഥകൾ സാധ്യമാണ്, എവിടെ? സൂക്ഷ്മലോകത്തിൽ സാധ്യമാണ് എന്ന് ക്വാണ്ടം ഭൗതികം പറയുന്നു. അപ്പോൾ ഇതാണ് മറ്റൊന്ന്. ഇനി നമ്മളിങ്ങനെ ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ മെഷർ ചെയ്യാൻ ശ്രമിച്ചാൽ, നമ്മൾ അതിനെ അളക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒന്നേ കിട്ടൂ. അത് സ്പിൻ അപ്പ് സ്റ്റേറ്റോ സ്പിൻ ഡൗൺ സ്റ്റേറ്റോ ആയിരിക്കും. അപ്പം എന്താണ് ഇലക്ട്രോണിൻ്റെ ആ അവസ്ഥയ്ക്ക്, അടുത്ത അവസ്ഥയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് തകർന്നു പോയി എന്ന് പറയുകയാണ് രണ്ടാമത്തെ കാര്യം. തരംഗ ആയാമത്തിൻ്റെ തകർച്ച എന്നാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുക. ദ കൊളാപ്സ് ഓഫ് വേവ് ഫംഗ്ഷൻ ഓർ ദ റിഡക്ഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്നൊക്കെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഇതാണ്. അപ്പോൾ അടുത്ത അവസ്ഥ തകർന്നു പോയി, ഒരൊറ്റ അവസ്ഥയിലേക്ക് മാത്രമായി അത് മാറിത്തീരും. ഇതിനെയാണ് തരംഗ ആയാമത്തിൻ്റെ തകർച്ച എന്ന് പറയുക, കൊളാപ്സ് ഓഫ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ക്വാണ്ടം ഭൗതികത്തിലെ മെഷർമെൻറ്റ് പ്രോബ്ലം എന്ന പേരിലൊക്കെ ഇത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിലൊരു മാനക പ്രശ്നമാണ്, അളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നമാണ്. ഒരു പ്രത്യേക ഭൗതിക രാശി ഏത് സ്ഥിതിയിലാണെന്ന് അറിയാനുള്ള ശ്രമം, അത് സ്പിൻ അപ്പ് സ്റ്റേറ്റിലാണോ സ്പിൻ ഡൗൺ സ്റ്റേറ്റിലാണോ എന്നുള്ള അറിയാനുള്ള ശ്രമം, സൈദ്ധാന്തികമായി അതിനൊരു സംയോജിത അവസ്ഥയിലുണ്ടാകാം. പക്ഷേ മെഷർ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് മാറിത്തീരുന്നു. എന്തുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ ഒരവസ്ഥയിലേക്ക് മാറിത്തീരുന്നു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ഈ സ്റ്റേറ്റിനെ സംഘടിതാവസ്ഥ എന്നും കൂടെ പറയാവുന്നതാണ്. സംഘടിതാവസ്ഥയ്ക്ക് കുറച്ചും കൂടി വ്യാപകമായ മാനങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സൂചിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ് ഏതെങ്കിലും ഒന്നിലേക്ക് ചുരുങ്ങിപ്പോകുന്നു? റിഡക്ഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ ഓഫ് വേവ് ഫംഗ്ഷന് യാതൊരു വിധത്തിലുള്ള ഭൗതികമായ വിശദീകരണങ്ങളും നൽകാൻ പല ശാസ്ത്രജ്ഞന്മാർക്കും കഴിഞ്ഞില്ല. ഒരു ശാസ്ത്രജ്ഞൻ, വോൺ ന്യൂമാൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗണിത ശാസ്ത്രജ്ഞൻ, അതിനൊരു വ്യാഖ്യാനം നൽകാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ ഒബ്സർവേഷനാണ്, നിരീക്ഷണമാണ്, അഥവാ മനുഷ്യബുദ്ധി, മനുഷ്യബോധം ഇടപെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ റിഡക്ഷന് കാരണം. അപ്പോൾ അങ്ങനെ മനുഷ്യബോധം ഇടപെടുന്നത് കൊണ്ട് ഇനി മുതൽ നമ്മളുടെ ഭൗതികശാസ്ത്ര സമീപകരണങ്ങളിൽ നമ്മൾ മനുഷ്യബോധത്തെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ളവ ആയിത്തീരേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് മനുഷ്യബോധം, നമ്മളുടെ മനുഷ്യൻ്റെ ബുദ്ധി നമ്മളുടെ പരീക്ഷണങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്, നമ്മളുടെ പരീക്ഷണങ്ങളിൽ അവയ്ക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന രീതിയിൽ വോൺ ന്യൂമാനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് മെറ്റാഫിസിക്കലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് കാരണമായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അവസ്ഥ, ഈ സംഘടിതാവസ്ഥ, സംയോജിതാവസ്ഥ വിശദീകരിക്കാനായിട്ട് ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ രൂപകൽപ്പന ചെയ്ത, ഡിസൈൻ ചെയ്ത ഒരു തോട്ട് എക്സ്പെരിമെൻ്റാണ്, ഒരു ചിന്താ പരീക്ഷണമാണ് ഈ ഷ്രോഡിഞ്ചറുടെ പൂച്ച, ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ്. ഈ ഷ്രോഡിഞ്ചർ ക്യാറ്റ് യഥാർത്ഥത്തിൽ ഒരു ചിന്താ പരീക്ഷണമാണ്. അത് യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സൂക്ഷ്മ ലോക യാഥാർത്ഥ്യത്തെ
ക്ലാസിക്കൽ ടേംസിലേക്ക് പരാവർത്തനം ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനുള്ളൊരു ശ്രമം മാത്രമാണ്. തീർച്ചയായിട്ടും ഈ പൂച്ചയും ഇതിനകത്ത് പറയുന്ന ബോക്സ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം ക്ലാസിക്കൽ ഒബ്ജക്ട്സ് ആണ്. അവ ഒരിക്കലും ആറ്റം ഇലക്ട്രോൺ എന്ന് പറയുന്ന സൂക്ഷ്മലോക ഭൗതികത്തിലെ കണങ്ങളല്ല. അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷ്മലോക ഭൗതികത്തിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്ട്സ് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പൂച്ചയും ഈ ബോക്സും യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മലോക ഭൗതികത്തിൻ്റെ നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാവുന്ന രീതിയിൽ ആക്ച്വലി ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദി ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ആ രീതിയിൽ ഷ്രോഡിഞ്ചർ രൂപകൽപ്പന ചെയ്തതാണ് ഈ ചിന്താപരീക്ഷണം. ഇതിനകത്ത് ഈ ചിന്താപരീക്ഷണത്തിൽ അദ്ദേഹം ഒരു ബ്ലാക്ക് ബോക്സ് ആണ് ഉള്ളത്. ഈ ബ്ലാക്ക് ബോക്സിൽ ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ചയോടൊപ്പം തന്നെ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ഉണ്ട്. ഒരു റേഡിയോ ആക്ടിവിറ്റിക്ക് റേഡിയോ ആക്ടിവിറ്റി ആയിട്ടുള്ള എലമെൻറ്റ്, അത് ആൽഫ പാർട്ടിക്കിൾസോ ബീറ്റ പാർട്ടിക്കിൾസ് ഗാമ പാർട്ടിക്കിൾസൊക്കെ വികിരണത്തിന് ശേഷിയുള്ള ഒരു മൂലകത്തെ കൂടി ഈ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൂലകത്തിൻ്റെ സ്വഭാവം എന്താണ്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അത് എപ്പോൾ എമിറ്റ് ചെയ്യും നമുക്ക് പറയാൻ കഴിയില്ല. അത് എമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സംഭാവ്യതകളെക്കുറിച്ച് പ്രോബബിലിറ്റീസിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അത് ഇന്ന കൃത്യസമയത്ത് ഇപ്പോൾ എമിറ്റ് ചെയ്യും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സംഭാവ്യതകളുടെ ലോകം, പ്രോബബിലിറ്റീസിൻ്റെ ലോകം എന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നിയമങ്ങൾ കൊണ്ട് മാത്രം വിശദീകരിക്കാവുന്നവയായതുകൊണ്ട് തീർച്ചയായിട്ടും റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനയാണ്, ഒരു ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള പ്രതിഭാസമാണ്. അപ്പോൾ ഈ പ്രതിഭാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഷ്രോഡിഞ്ചർ തൻ്റെ പരീക്ഷണം ആസൂത്രണം ചെയ്യുന്നത്. ഈ റേഡിയോ ആക്റ്റീവായിട്ടുള്ള മൂലകം ഒരു ഗാമ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ചേംബറിലുള്ള ഈ ബോക്സിലുള്ള ഒരു ഹാമർ ഒരു ബോട്ടിൽ പൊട്ടിക്കും. Because it is triggered when an alpha particle or a beta particle emits from the radioactive nuclei. റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് ഒരു റേഡിയേഷൻ പുറത്തു വരികയാണെങ്കിൽ മാത്രം ഒരു പോയിസണസ് ഗ്യാസ് ഉൾപ്പെടുന്ന ഒരു ബോട്ടിലിനെ ഒരു ഹാമർ പൊട്ടിക്കും. ചോദ്യം ഇതാണ്, ഈ ബ്ലാക്ക് ബോക്സിൽ നമുക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ ഈ പൂച്ചയെയോ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഈ ബ്ലാക്ക് ബോക്സിലുള്ള പൂച്ചയുടെ സ്ഥിതി എന്താണ് എന്നതാണ് ഷ്രോഡിഞ്ചർ ക്യാറ്റിൻ്റെ ചിന്താപരീക്ഷണത്തിലെ ചോദ്യം. പൂച്ച ചത്ത പൂച്ചയുടെയും ജീവനുള്ള പൂച്ചയുടെയും ഒരു മിശ്രിതാവസ്ഥയിലായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മിശ്രിതാവസ്ഥകൾ എവിടെ സാധ്യമാണ്? ക്വാണ്ടം മെക്കാനിക്സിൽ സാധ്യമാണ്. കാരണം അവിടെ സ്പിൻ അപ്പ് സ്റ്റേറ്റിലുള്ള സ്പിൻ ഡൗൺ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണുകൾ സാധ്യത ഉള്ളതുപോലെ, അവയുടെ സംയോജിത അവസ്ഥകൾ സാധ്യമാകുന്നത് പോലെ ചത്ത പൂച്ചയുടെയും ജീവനുള്ള പൂച്ചയുടെയും ഒരു മിശ്രിതാവസ്ഥയും സാധ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടോ എന്നുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് അന്ന് ഉന്നയിച്ചത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഏതെങ്കിലും ഒരു റിസൾട്ട് കിട്ടും. റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ തീർച്ചയായിട്ടും ഒരു റേഡിയേഷനെ പുറത്തു വിട്ടിരുന്നെങ്കിൽ അത് ഹാമറിനെ പ്രവർത്തിപ്പിക്കുകയും പോയിസണസ് ഗ്യാസ് പുറത്തു വരികയും പൂച്ച അത് ശ്വസിക്കുകയും പൂച്ച മരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ചത്ത പൂച്ചയുടേതാകും. അങ്ങനെയല്ല സംഭവമെങ്കിൽ ജീവിച്ചിരിക്കുന്ന പൂച്ച. പക്ഷെ തുറന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാവൂ. അപ്പോൾ തുറന്ന് നോക്കുന്ന നമ്മളുടെ ഒബ്സർവേഷനാണ് യഥാർത്ഥത്തിൽ റിസൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്തത്. അഥവാ ഒരു ഒബ്സർവർ ആവശ്യമുണ്ട് എന്ന നിരീക്ഷണത്തിലേക്കാണ്, എന്ന ഉത്തരത്തിലേക്കാണ് ഇത് നയിക്കുന്നത് എന്ന വ്യാഖ്യാനങ്ങൾ പ്രബലമായി. അപ്പോൾ ഒരു ഒബ്സർവ്ഡ് സിസ്റ്റത്തോടൊപ്പം തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഒരു ഒബ്സർവർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന സമീപനം ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വളരെ പ്രബലമായ രീതിയിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇത്തരം സമീപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ ഇത്തരം രീതികളെ ചോദ്യം ചെയ്ത ഒരു സമീപനമായിരുന്നു ഐൻസ്റ്റൈൻ ഉണ്ടായിരുന്നത്. ഐൻസ്റ്റൈനെ സംബന്ധിച്ചിടത്തോളം ഐൻസ്റ്റൈൻ വളരെ കൃത്യമായ നിയമങ്ങളുള്ള ഒരു ലോകത്തെക്കുറിച്ച് കൽപ്പിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ലോകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ ലഘുവായ ചെറിയ നിയമങ്ങൾ കൊണ്ടാണ്, അവ വളരെ നിശ്ചിതവുമായിട്ടുള്ള നിയമങ്ങളാണ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ലോകമാണെന്നുള്ളത് മാത്രമല്ല, അത് വളരെ ലഘുവായ
വളരെ നിശ്ചിതവും അനിവാര്യവുമായ നിയമങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തെ നിരീക്ഷിക്കാം, തുറന്നു വച്ച ഒരു പുസ്തകം പോലെ ഈ ലോകത്തെ വായിക്കാം, അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് രൂപീകരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രൂപീകരിച്ചെടുക്കുന്ന അർത്ഥങ്ങളാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്നാണ് അദ്ദേഹം കരുതുന്നത്. അത് യഥാർത്ഥത്തിൽ ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ ശരിയായ രൂപങ്ങളാണ് എന്ന് ഐൻസ്റ്റീൻ കരുതുന്നുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻ ഇതായിരുന്നു കരുതുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരു ഒബ്സർവർ യഥാർത്ഥത്തിൽ നമ്മളുടെ ലോക യാഥാർത്ഥ്യത്തെ മാറ്റി തീർക്കും, അല്ലെങ്കിൽ ലോക യാഥാർത്ഥ്യത്തിൽ ഇടപെടുമെന്ന് ഐൻസ്റ്റീന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അതേസമയം യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ലോകം ഇങ്ങനെയാണ് എന്ന് കരുതുകയും അതിനു വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു നീൽസ് ബോർ. ഐൻസ്റ്റീനും ബോറും തമ്മിലുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു. അത് സോൾവേ കോൺഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന 2-3 കോൺഫറൻസുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കിടയിൽ വളരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഐൻസ്റ്റീൻ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിളിൻ്റെ തന്നെ നിശ്ചിതമായിട്ടുള്ള വിമർശകനായിരുന്നു. അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ അസാധ്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ആദ്യം കരുതിയിരുന്നത്. അദ്ദേഹം അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിളിനെതിരെ തെളിവുകൾ ശേഖരിക്കാനായിട്ട് ചിന്താപരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഈ ഓരോ ചിന്താപരീക്ഷണത്തിനും നീൽസ് ബോർ മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ അവസാനം അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ക്വാണ്ടം ബലതന്ത്രം എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് തിയറിയാണെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം തെറ്റായ തിയറി എന്നുള്ള നിലയ്ക്ക് നിന്ന് മാറി അപൂർണമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ഇത്, പൂർണ്ണമായിട്ടുള്ളൊരു സിദ്ധാന്തം നമ്മൾ പിന്നീട് പകരം വയ്ക്കും എന്ന രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് ഐൻസ്റ്റീൻ മാറിത്തീരുന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഐൻസ്റ്റീനും ബോറുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ ഐൻസ്റ്റീൻ പറയുന്ന ഒരു വാചകമാണ് ഞാനിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഐ ലൈക്ക് ടു തിങ്ക് ദാറ്റ് ദ മൂൺ ഈസ് ദെയർ ഈവൻ ഇഫ് ഐ കാൻ നോട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഞാൻ നോക്കുന്നില്ലെങ്കിലും ചന്ദ്രൻ അവിടെ ഉണ്ട് എന്ന് കരുതുന്നതിനാണ് എനിക്ക് താല്പര്യം എന്നാണ് ബോറിനോട് ഐൻസ്റ്റീൻ പറയുന്നത്. അപ്പോൾ ഒബ്സർവർ യഥാർത്ഥത്തിൽ ചന്ദ്രനെ സൃഷ്ടിക്കുന്നുണ്ടോ, ചന്ദ്രൻ ഒബ്സർവറുടെ നിർമ്മിതിയാണോ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നതിൽ നിരീക്ഷകന് പങ്കുണ്ടോ എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഐൻസ്റ്റീനും അതുപോലെ തന്നെ ബോറും തമ്മിലുള്ള ഈ ഡിസ്കഷനിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളെ ഇവർ നമ്മളുടെ ഈ മതമൗലികവാദത്തിനും അതുപോലെ തന്നെ മെറ്റാഫിസിക്കലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഇന്നും പൂർണ്ണമായ രീതിയിൽ സെറ്റിൽ ചെയ്യപ്പെട്ടവയല്ല. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ക്വാണ്ടം മെക്കാനിക്സ് ഉയർത്തിയ ഈ പ്രശ്നങ്ങൾ ഇന്നും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാവർക്കും യോജിക്കാവുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയെന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല ഉള്ളത്. അതേസമയം യഥാർത്ഥത്തിൽ ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച നിലപാടുകൾ മിക്കവാറും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു ഐൻസ്റ്റീൻ്റെ നിലപാട് എന്ന് നോക്കിയാൽ തന്നെ യഥാർത്ഥത്തിൽ അത് തിരസ്കരിക്കപ്പെടാവുന്നവയൊന്നാണ് നമുക്ക് കാണാൻ കഴിയും. ഐൻസ്റ്റീൻ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്കിടയിൽ പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വാക്യമുണ്ട്. ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈ വിത്ത് ദ വേൾഡ്. ലോകം ആയിട്ട് ദൈവം ഒരു പകിട കൊണ്ട് കളിക്കുകയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകം ഒരു സംഭാവ്യതകളുടെ ലോകമാണ്, പ്രോബബിലിറ്റീസിൻ്റെ സാധ്യതകളുടെയും സംഭാവ്യതകളുടെയും ലോകമാണ് എന്ന രീതിയിലുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നിരീക്ഷണത്തെ അദ്ദേഹം എതിർത്ത് ഒരു പകിട കൊണ്ട് കളിക്കുന്ന ഒരാളല്ല ദൈവം. ലോകത്തിൻ്റെ നിയമങ്ങൾ വളരെ നിശ്ചിതമായിട്ടുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ച രൂപകം ദൈവം എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ ഐൻസ്റ്റീൻ്റെ ചിന്തകൾ എത്രമാത്രം നിശ്ചിതത്വത്തിൽ ഊന്നുന്നവയായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ അനിശ്ചിതാവസ്ഥയെ, ലോകത്തിൻ്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകം ഈ നിശ്ചിതമായിട്ടുള്ള അവസ്ഥയിലാണ്, ലോകയാഥാർത്ഥ്യം നിശ്ചിതമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ള നമ്മളുടെ വളരെ യഥാർത്ഥമായിട്ടുള്ള പ്യുവറായിട്ടുള്ള വീക്ഷണത്തെ, ശുദ്ധമായിട്ടുള്ള വീക്ഷണത്തെ തിരസ്കരിക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് മുന്നോട്ട് വെച്ചെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ
അതുകൊണ്ട് തന്നെ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്ന ധാരണകൾക്ക് ചില പരിമിതികളുണ്ട് എന്ന് പറയുകയാണ് ക്വാണ്ടം മെക്കാനിക്സ് ചെയ്തത്. ഇത് ശരിയാണെന്ന് ചോദിച്ചാൽ ആദ്യകാലത്തെ ഹൈസൻബർഗിൻ്റെ ചെറിയ പരീക്ഷണം തന്നെ അത് ശരിയാണെന്ന് ഉറപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് അനിശ്ചിതത്വ നിയമം, ഇൻഡിറ്റർമിനസി പ്രിൻസിപ്പിള് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഹൈസൻബർഗ് പറയുന്ന ഒരു ചിന്താ പരീക്ഷണമുണ്ട്. നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിനെ കാണണം എന്ന് കരുതുക. ഇലക്ട്രോണിനെ കാണുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു ഹൈപ്പത്തറ്റിക്കലായിട്ടുള്ള ഒരു ചിന്താ പരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് മാത്രം. ഇലക്ട്രോണിനെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് മുകളിൽ വെളിച്ചം വീഴ്ത്തണം. നമ്മൾ ഒരു വസ്തുവിൽ വെളിച്ചം വീണിട്ട് അവിടെ നിന്ന് അതിൻ്റെ പ്രതിഫലനം നമ്മളുടെ കണ്ണുകളിൽ വരുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇലക്ട്രോണിനെ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അളന്നെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇലക്ട്രോണിനെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ ശ്രമിക്കണം, അതിൻ്റെ പ്രവേഗം എത്രയാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇലക്ട്രോണിൻ്റെ മുകളിൽ കാണാനായിട്ട് വെളിച്ചം വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോണിൻ്റെ മുകളിൽ ഫോട്ടോണുകളെ വീഴ്ത്തുക എന്നാണ് അർത്ഥം, ആധുനിക ശാസ്ത്രം അനുസരിച്ച്. കാരണം ഇലക്ട്രോണുകൾ, വെളിച്ചം എന്ന് പറയുന്നത് ഫോട്ടോണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഇലക്ട്രോണുകളുടെ മുകളിൽ ഫോട്ടോണുകൾ വീഴ്ത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഊർജമുള്ള ഫോട്ടോണുകൾ, എനർജിയുള്ള ഫോട്ടോണുകൾ ഈ ഇലക്ട്രോണുകളുമായിട്ട് ഇൻ്ററാക്ഷന് വിധേയമാവുകയും ആ ഇലക്ട്രോണിൻ്റെ സ്ഥാനത്തിൽ അതിനെന്തെങ്കിലും വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ എന്തിനെയാണോ നാം കാണാൻ ശ്രമിച്ചത് അതിനെ നമ്മളുടെ പരീക്ഷണ ഉപകരണം തന്നെ, നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ മെഷറിംഗ് പ്രോസസ്സ് തന്നെ യഥാർത്ഥത്തിൽ മാറ്റിത്തീർക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ജ്ഞാനം ആ രീതിയിൽ സ്ഥാപിക്കപ്പെടുന്നില്ല എന്നാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത്. അത് പ്രകൃതിയുടെ തന്നെ ഒരു നിയമമാണ്. പ്രകൃതി ഈ രീതിയിലുള്ള ഒരു നിയമം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് നമ്മളുടേത്. അങ്ങനെയുള്ള ഒരു പ്രകൃതിയിൽ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ ബുദ്ധിശൂന്യതയെയാണ് മറ്റൊരു രീതിയിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെളിവാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെയാണ് പിൽക്കാലത്ത് മെറ്റാഫിസിക്കലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മെറ്റാഫിസിക്കലായിട്ടുള്ള വ്യാഖ്യാനം എന്തായിരിക്കും ഓർത്ത് നോക്കുക. നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു വ്യാഖ്യാനം പറയുന്നത് ഒരു വസ്തുവിൻ്റെ, ഒരു കണികയുടെ പ്രവേഗവും സ്ഥാനവും കൃത്യമായി ഒരേ സമയത്ത് നിർണയിക്കുക അസാധ്യമാണ് എന്നാണ്. ഒരേ സമയത്ത് നിർണ്ണയിക്കുക അസാധ്യമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കുക ഏതാണ് നിർണ്ണയിക്കേണ്ടത്. സ്ഥാനം നിർണ്ണയിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ there is a corresponding ഇൻസ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് പ്രവേഗത്തിൽ ലഭിക്കില്ല. സ്ഥാനം നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ. അപ്പോൾ അതിനെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഒരു സമീകരണം എഴുതുകയാണ് ഹൈസൻബർഗ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് തീരുമാനിക്കാം ഏത് നിർണ്ണയിക്കണം എന്നുള്ളത്. ഏത് പ്രവേഗം നിർണ്ണയിക്കണമോ സ്ഥാനം നിർണ്ണയിക്കണമോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ ബോധ്യമാണ്, നമ്മളുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ എന്തിനെ നിർണ്ണയിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ യാഥാർത്ഥ്യത്തെ നമ്മൾ നിർണ്ണയിക്കുന്നതായി മാറിത്തീരുന്നു എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ആദ്യകാലത്ത് മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അപ്പോൾ പ്രകൃതിയുടെ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈ ഇൻറ്ററാക്ഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ മാറ്റി തീർത്തുകൊണ്ട് നമ്മളുടെ പ്രയോജനവാദത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മളുടെ പ്രയോജനത്തിന്, നമ്മളുടെ മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അതിനെ ചുരുക്കുകയും ആ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ആദ്യകാലങ്ങളിൽ ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. പിൽക്കാലത്തും ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐൻസ്റ്റീനും ബോറും തമ്മിലുള്ള ഈ ചർച്ചകൾക്കിടയിൽ ബോറിൻ്റെ നിലപാടുകളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഐൻസ്റ്റീൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താ പരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഐൻസ്റ്റീൻ മാത്രമല്ല ചിന്താ പരീക്ഷണത്തിൻ്റെ വക്താക്കൾ. ഐൻസ്റ്റീനും പൊഡോൾസ്കി, റോസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് ആ ചിന്താ പരീക്ഷണം മുന്നോട്ട് വെച്ചത്. ഐൻസ്റ്റീൻ, പൊഡോൾസ്കി, റോസൻ എക്സ്പെരിമെൻ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്.
ഇത് വളരെ വലിയ പ്രശ്നങ്ങളാണ് ഈ ചിന്താപരീക്ഷണം നമ്മളുടെ ബൗദ്ധിക ലോകത്തുണ്ടാക്കിയത്, നമ്മളുടെ ശാസ്ത്ര ലോകത്തുണ്ടാക്കിയത്. അവർ ചെയ്തത് ഇതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 ഇലക്ട്രോണുകളുടെ ഒരു വ്യവസ്ഥയെ അവർ പരിഗണിക്കുന്നു. അതിനെ സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്നാണ് പറയുക. ഒരു ഇലക്ട്രോൺ സ്പിൻ അപ്പ് സ്റ്റേറ്റിലാണെങ്കിൽ ഒരു ഇലക്ട്രോൺ സ്പിൻ ഡൗൺ സ്റ്റേറ്റിലുള്ള സിസ്റ്റങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിനെ സിംഗ്ലറ്റ് സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ഈ സിസ്റ്റങ്ങളിൽ, ഈ സിംഗ്ലറ്റ് സിസ്റ്റത്തിൽ ഈ 2 ഇലക്ട്രോണുകളെ പരസ്പരം നമ്മൾ അകറ്റുന്നു. അപ്പോൾ നമുക്കറിയാം ഇവയൊരു സിംഗ്ലറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ സ്പിൻ അപ്പാണെങ്കിൽ അടുത്തതിൻ്റെ വാല്യൂ സ്പിൻ ഡൗൺ ആണ്. അപ്പോൾ ഇവയെ നമ്മൾ പരസ്പരം അകറ്റുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് ഭൂമിയിലാണ്, അടുത്ത ചന്ദ്രനിലാണെന്ന് കരുതുക. ആ രീതിയിൽ നമ്മൾ അകറ്റുന്നു. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിൽ നമ്മൾ മെഷർമെൻറ്റ് നടത്തിയാൽ അതിന് സ്പിൻ ഡൗൺ എന്ന വാല്യൂ നമുക്ക് കിട്ടുന്നു എന്ന് കരുതുക. നമുക്ക് പറയാൻ കഴിയും അടുത്ത ഇലക്ട്രോണിൻ്റെ സ്പിൻ അപ്പ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇതാണ് ഒരു മെഷർമെൻറ്റ് പ്രക്രിയയിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള അലോസരങ്ങളും സൃഷ്ടിക്കാതെ നമുക്ക് അടുത്ത ഇലക്ട്രോണിൻ്റെ വാല്യൂ ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാണ് ഐൻസ്റ്റീൻ ബോറിനോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. അപ്പോൾ എന്താണ് നമ്മളുടെ ഇടപെടൽ, ശാസ്ത്രജ്ഞൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ നിരീക്ഷകൻ്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ നമുക്ക് ഭൗതിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭ്യമാകും എന്നാണ് ഐൻസ്റ്റീൻ ബോറിനോട് വാദിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇലക്ട്രോണിൽ, ഭൂമിയിലിരിക്കുന്ന ഇലക്ട്രോൺ സ്പിൻ അപ്പ് സ്റ്റേറ്റിലാണെങ്കിൽ ചന്ദ്രനിലുള്ള ഇലക്ട്രോൺ തീർച്ചയായിട്ടും സ്പിൻ ഡൗൺ സ്റ്റേറ്റിലായിരിക്കും നമുക്ക് പറയാൻ കഴിയും. അഥവാ ചന്ദ്രനിലുള്ള ഇലക്ട്രോണിന് മേൽ നമുക്ക് യാതൊരു നിരീക്ഷണങ്ങളും നടത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നിരീക്ഷണങ്ങൾ നമ്മളുടെ ഭൗതിക യാഥാർത്ഥ്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള സമീപനം സ്വീകാര്യമല്ല എന്നൊരു സമീപനം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐൻസ്റ്റീൻ ഈ രീതിയിലുള്ള ഒരു ചിന്താപരീക്ഷണം മുന്നോട്ട് വെച്ചത്. അങ്ങനെ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണുകൾ തമ്മിൽ നോൺ ലോക്കലായിട്ടുള്ള പ്രേതസദൃശമായിട്ടുള്ള ഗോസ്റ്റ്ലി ലൈക്ക് ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം, പ്രേതസദൃശമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം, നോൺ ലോക്കൽ കണക്ഷൻസ് ഉണ്ടായിരിക്കണം എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഒന്നുകിൽ നോൺ ലോക്കൽ കണക്ഷൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഈ വാദഗതിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പിൽക്കാലത്ത് ജോൺ ബെൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വളരെ വിശദമായി പഠിക്കുകയും ഒരു തിയറം രൂപീകരിക്കുകയും ചെയ്തു. അത് ബെൽസ് തിയറം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബെൽസ് ഇന്നെക്വാളിറ്റീസ് എന്ന പേരിൽ അത് പിൽക്കാലത്ത് വളരെ പ്രശസ്തമായിട്ടുണ്ട്. ഈ ബെൽ ഇന്നെക്വാളിറ്റീസ് പരിശോധിക്കാൻ വേണ്ടി അലൈൻ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പരീക്ഷണ വ്യൂഹം ഉണ്ടാക്കുകയും അത് പരീക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം അത് കണ്ടെത്തി there are നോൺ ലോക്കൽ കണക്ഷൻസ്. അങ്ങനെ നോൺ ലോക്കൽ കണക്ഷൻസ് ഉണ്ട് എന്ന് പറയുകയാണ് അലൈൻ ആസ്പെക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തത്. അഥവാ ഐൻസ്റ്റീൻ്റെ നിലപാടിന് കിട്ടിയ വലിയൊരു ബ്ലോ ആയിരുന്നു, അത് അടിയായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള നോൺ ലോക്കൽ കണക്ഷൻസ് ഉണ്ട് എന്ന കാര്യമാണ് ക്വാണ്ടം സിസ്റ്റങ്ങളിൽ ഇത്തരത്തിലുള്ള നോൺ ലോക്കൽ കണക്ഷൻസ് സാധ്യമാണ് എന്ന കാര്യമാണ് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞന്മാർ ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്കും അത് ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫിയിലേക്കും ഒക്കെ ഇന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെക്കാൾ വളരെ ക്ഷമതയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കഴിയുന്നത്. ഇന്ന് നിൽക്കുന്ന കമ്പ്യൂട്ടറുകളുടെ സ്ഥിതി എന്താണ്? അത് 2 സ്റ്റേജുകൾ മാത്രമുള്ളവയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 0 അല്ലെങ്കിൽ 1 അങ്ങനെയുള്ള ഡിജിറ്റൽ വ്യവസ്ഥകളെ ആശ്രയിക്കുന്ന ഓൺ ഓഫ് എന്ന രീതിയിലുള്ള വ്യവസ്ഥകളെ 0-1 ബൈനറീസിനെ ആശ്രയിക്കുന്ന കമ്പ്യൂട്ടറുകളാണെന്നുള്ളത്. ഇവയുടെ മിശ്രിതാവസ്ഥകൾ, സംയോജിതാവസ്ഥകൾ കൂടി സാധ്യമായി കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടറുകളുടെ ക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഷോർ എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞൻ വളരെ വിശദമായിട്ടുള്ള തൻ്റെ ഗണിതശാസ്ത്ര കലനങ്ങളിലൂടെ തെളിയിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കമ്പ്യൂട്ടറുകളുടെ ക്ഷമത വളരെ ഉയർന്നതായിരിക്കും അത്രയും. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള മിശ്രിതാവസ്ഥകൾ, സംയോജിതാവസ്ഥകൾ എവിടെയേ ഉള്ളൂ?
അത് സൂക്ഷ്മ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ അത് സ്ഥൂല ലോകത്തിൽ, നമ്മളുടെ നിത്യപരിചയത്തിലുള്ള ലോകത്തിൽ എനിക്ക് ഇവിടെയും അവിടെയും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ അത് സാധ്യമല്ല എന്നൊരവസ്ഥയിൽ എങ്ങനെ അത് നമ്മളുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൽ സാധ്യമാക്കുമെന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അഥവാ ഇത്തരത്തിലുള്ള സംയോജിതാവസ്ഥകൾ നമ്മളുടെ നിത്യപരിചയ ലോകത്തിലില്ല എന്നതിനെ ഡീകൊഹിറൻസ് എന്നാണ്, ഒരുതരം അപസംയോജിത അവസ്ഥകൾ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. അപ്പോൾ ഡീകൊഹിറൻസ് ഇഫക്റ്റ് ഉണ്ട്, അതിനൊരു സമയമുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ വികലനത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറാണ്, നോൺ ലോക്കൽ കണക്ഷൻസ് ഉള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറാണ് നമ്മളുടെ തലച്ചോറെന്ന്, നമ്മളുടെ ചിന്താരീതി എന്ന് പറയുകയാണ് ദീപക് ചോപ്ര ചെയ്യുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സിനെ ദീപക് ചോപ്ര ഉപയോഗിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെയുള്ള നോൺ ലോക്കൽ കണക്ഷൻസ് ഉണ്ടെന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത്തരം നോൺ ലോക്കൽ കണക്ഷൻസ് നമ്മളുടെ തലച്ചോറിനുണ്ട് എന്ന് പറയാനായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ എങ്ങനെയാണ് ക്വാണ്ടം ഭൗതികത്തിലെ നിയമങ്ങൾ ഇന്ന് മെറ്റാഫിസിക്കലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ദീപക് ചോപ്ര ഉപയോഗിക്കുന്നതെന്ന് പറയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. ദീപക് ചോപ്രയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യബോധം ഒരു സൂക്ഷ്മ സംഘടിതാവസ്ഥയുടെ തുടർച്ചയാണ്. ഇപ്പോൾ പറയുന്ന രീതിയിലുള്ളൊരു സൂക്ഷ്മ സംഘടിതാവസ്ഥ, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളൊരു സൂക്ഷ്മ സംഘടിതാവസ്ഥയുടെ തുടർച്ചയാണ്. അതുപോലെ തന്നെ പ്രപഞ്ചം ഒരു ഒബ്സർവറെ ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒബ്സർവറാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒബ്സർവറെ നമ്മളുടെ മൊത്തം ചിന്താപദ്ധതിയിൽ നിന്ന് മാറ്റി തീർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഒബ്സർവർ ആവശ്യമുണ്ട്. ആ ഒബ്സർവറാണ് ദൈവം. നമുക്ക് അല്ലെങ്കിൽ ദൈവം എന്ന് വിളിക്കുന്നതിന് നമുക്ക് അങ്ങനെ ഒരു ഒബ്സർവർ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമുണ്ട്. ആ ഒബ്സർവറാണ് ദൈവം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. ഫോർ ദീപക് ചോപ്ര everything is in some vague superposition, Schrodinger's cat style, until it is observed. The universe requires an observer, therefore God exists. ഇതാണ് മറ്റൊരു രീതിയിൽ അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മളുടെ സിസ്റ്റം, നമ്മളുടെ തലച്ചോറ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഘടിതാവസ്ഥകളുടെ ഒരു സിസ്റ്റമാണ്, അതിൻ്റെ ഒരു നെറ്റ്വർക്കാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. അപ്പോൾ അത് ധാരാളം സാധ്യതകളുടെ ഒരു നെറ്റ്വർക്കാണ് എന്ന് പറയുകയാണ് ദീപക് ചോപ്ര ചെയ്യുന്നത്. According to Chopra, consciousness is non-local and consciousness is a field, a superposition of possibilities. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ സൂപ്പർപോസ്ഡ് സ്റ്റേറ്റ്സിനെ അദ്ദേഹം സൂപ്പർപൊസിഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്ന് വിളിക്കുന്നു. എവിടെ? അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഇറ്റ് ഈസ് എ ബിറ്റ് ഹാർഡ് ടു സീ വാട്ട് ചോപ്ര മീൻസ് ബൈ ദിസ്. യഥാർത്ഥത്തിൽ ഈ പോസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള നിർവചനങ്ങളും പരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ്. യഥാർത്ഥത്തിൽ ഇവിടെ പോസിബിലിറ്റീസ് എന്നൊക്കെ ചോപ്ര പറയുമ്പോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയങ്ങൾ തോന്നാം. Perhaps incompatible possibilities form a field, like the possibility that Schrodinger's cat is alive and the simultaneous possibility that the cat is dead. And consciousness derives from this field of possibilities by some unexplained mechanism. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഇവ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ കണക്ഷൻസ് അല്ല, നോൺ ലോക്കൽ കണക്ഷൻസ് ആണ്. തദ്ദേശീയമായിട്ടുള്ള പ്രഭാവമല്ല, നോൺ ലോക്കൽ ആയിട്ടുള്ള ഒന്നാണ്. അത് സാധ്യതകളുടെ ഒരു സംയോജിത അവസ്ഥയാണ് എന്ന് പറയുകയാണ്. അഥവാ നമ്മളുടെ തലച്ചോറ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ പോലെയാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ദീപക് ചോപ്ര സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് മറ്റൊരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേര് റോജർ പെൻറോസ്. അദ്ദേഹം ഒരു യുക്തിവാദിയായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇങ്ങനെ മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്ന ആളല്ല. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ചില നിഗമനങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അങ്ങനെ എത്തിച്ചേരാനുള്ള കാരണം ഗണിതശാസ്ത്രത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗോഡൽ തിയറമാണ്. ഗോഡൽ തിയറം പറയുന്നത്, ഞാൻ ഗോഡൽ തിയറത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആയിട്ട് എനിക്ക് നമ്മളുടെ സമയക്കുറവ് കൊണ്ട് പറ്റില്ല. ഗോഡൽ തിയറം പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനേക്കാൾ മിടുക്കനായിട്ടുള്ള ഒരു
യന്ത്രത്തെ, ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് സൃഷ്ടിക്കുക സാധ്യമാണ് എന്ന് ഗോഡൽ തിയറത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഗോഡൽ തിയറം അങ്ങനെ പറയുന്നൊന്നല്ല. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് ഗോഡൽ തിയറത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അതിനുള്ള ഒരു കാരണം ഗോഡൽ തിയറം ശരിയായിരിക്കും എന്ന് റോജർ പെൻറോസ് പറയുകയും അതേസമയം യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ നോൺ കമ്പ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് നമുക്ക് പിന്തള്ളാൻ കഴിയുമെന്നുള്ള ഒരു സമീപനം യഥാർത്ഥത്തിൽ റോജർ പെൻറോസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ റോജർ പെൻറോസിൻ്റെ ഈ ഐഡിയ, Penrose, based on Gödel's incompleteness theorem, argued that the mind had the capacity of thinking outside of an algorithmic fashion. Algorithmic fashion actually means the fashion of the computers. That consciousness is non-computable. Non-computable ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കോൺഷ്യസ്നെസ്സിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രെയിൻ as a whole operate in a probabilistic fashion and leads to consciousness. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ശാസ്ത്രജ്ഞൻ സ്റ്റുവർട്ട് ഹംബ്രോഫ് എന്ന ശാസ്ത്രജ്ഞനുമായി ചേർന്നുകൊണ്ട് ഇവർ ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദ മൈക്രോട്യൂബ്യൂൾസ് ഇൻ ന്യൂറോൺസ് കുഡ് ഹാവ് ക്വാണ്ടം ഇഫക്ട്സ് ഓൺ ന്യൂറോണൽ ബിഹേവിയർ, thus allowing the brain to behave as a quantum computer. അപ്പോൾ യഥാർത്ഥത്തിൽ പെൻറോസിൻ്റെയും ഹേമറോഫിൻ്റെയും തിയറിയും യഥാർത്ഥത്തിൽ നമ്മളുടെ തലച്ചോറ്, നമ്മളുടെ ബ്രെയിൻ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിനെ പോലെയാണ് എന്ന് വാദിക്കുന്നതാണ്. പക്ഷേ പിൽക്കാലത്ത് മാക്സ് ടെക്മാർക്ക് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ, ബേസ്ഡ് ഓൺ എ കാൽക്കുലേഷൻ ഓഫ് ന്യൂറൽ ഡീകൊഹിറൻസ് റേറ്റ്സ്, ഞാൻ ഈ ഡീകൊഹിറൻസ് എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. നമ്മളുടെ സ്ഥൂല ലോകത്ത് ഇത്തരത്തിലുള്ള സംയോജിതാവസ്ഥകൾ സാധ്യമല്ലാത്തതിനെയാണ് ഡീകൊഹിറൻസ് എന്ന് പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂറോൺസിൻ്റെ ഡീകൊഹിറൻസ് റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മളുടെ മാക്സ് ടെക്മാർക്ക് ചെയ്തത്. യഥാർത്ഥത്തിൽ സൂക്ഷ്മ വ്യവസ്ഥകളിലെ ഡീകൊഹിറൻസിൻ്റെ ടൈം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 10⁻⁻42 സെക്കൻഡ്സിൻ്റെ ഒക്കെ ഓർഡറിലാണ്. യഥാർത്ഥത്തിൽ അത് വളരെ വളരെ ചെറിയ ടൈം ഇൻ്റർവൽസ് ആണ് ഡീകൊഹിറൻസ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ന്യൂറോൺ നെറ്റ്വർക്കുകളുടെ ഡീകൊഹിറൻസ് ടൈമിനെ കുറിച്ച് ടെക്മാർക്കൊക്കെ നടത്തിയ പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ഏതാണ്ട് 10⁻³ സെക്കൻഡ്സിൻ്റെ ഓർഡറിലാണെന്ന്, അഥവാ ഒരിക്കലും അതിനൊരു ക്വാണ്ടം സിസ്റ്റമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ്. ദാറ്റ് ഈസ് based on a calculation of neural decoherence rates, the degrees of freedom of the human brain that relate to cognitive process should be thought of as a classical rather than a quantum system. അതൊരു ക്ലാസിക്കൽ സിസ്റ്റത്തെ പോലെയാണ് പ്രവർത്തിക്കുക, അതൊരു ക്വാണ്ടം സിസ്റ്റത്തെ പോലെ അല്ല എന്ന് മാക്സ് ടെക്മാർക്ക് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ദീപക് ചോപ്രയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന മെറ്റാഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു സ്ഥിതി. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ഇൻ്റർപ്രിട്ടേഷൻസ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ചിലർ പറയുന്ന കാര്യം, തിങ്കിങ് അബൌട്ട് സംതിങ് വിൽ മേക്ക് ദ കോസ്മോസ് സഡൻലി മാനിഫെസ്റ്റ് ഇറ്റ് ഫോർ യു എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വളരെ മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നത്. ചിന്ത എന്ന് പറയുന്നത് നമ്മളല്ല നടത്തുന്നത്, കോസ്മോസ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെന്തെങ്കിലും ആരംഭിക്കുമ്പോഴേക്കും കോസ്മോസ് ഇടപെടുന്നു. കോസ്മോസ് സഡൻലി മാനിഫെസ്റ്റ് ഇറ്റ് ഫോർ യു. ഇനി ക്വാണ്ടം ഹീലിംഗ് എന്ന പേരിൽ ദീപക് ചോപ്ര മുന്നോട്ട് വയ്ക്കുന്നതും ഏതാണ്ട് സമാനമായിട്ടുള്ള സമീപനങ്ങൾ. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഡോക്ടറാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇറ്റ് ഇൻവോൾവ്സ് ഹീലിംഗ് one mode of consciousness, mind is a mode of consciousness, and another mode of consciousness is body. It to bring about changes in another mode of consciousness, body. And ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ്, ഇത്തരത്തിലുള്ള വളരെ മെറ്റാഫിസിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ദീപക് ചോപ്ര മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള മറ്റൊരു ഉദാഹരണമാണ് ഞാനിവിടെ പറയുന്നത്. ജീസസിനെ കുറിച്ച് പറയുന്നത്, ഒരു പ്രകാശത്തിന് കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ടാകാം, എന്നതുപോലെ ജീസസിനും ഉണ്ടാകാം. അതാണ് ദി ഐഡിയ ഓഫ് ജീസസ് ബീയിങ് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ simultaneously is word and apparently contradictory. പക്ഷേ ശാസ്ത്രത്തിൽ അത് അതാകാമല്ലോ, അതുപോലെ തന്നെ ജീസസിനും അതാകാം. അപ്പോൾ ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇത്രയും നേരം പറഞ്ഞത്
മെറ്റാഫിസിക്കലായിട്ടുള്ള വാദഗതികളെ കുറിച്ചാണ്. ഇനി ശാസ്ത്രത്തിലും മതവാദികളുണ്ട്. ശാസ്ത്രം യഥാർത്ഥത്തിൽ എന്താണ് എന്നറിയാതെ, ശാസ്ത്രം എന്ന വ്യവഹാരം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നറിയാതെ പറയുന്നവരാണവർ. ഞാൻ ഇത് ഈ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മിക്കവാറുമുള്ള കവലകളിൽ പ്രത്യക്ഷപ്പെട്ടൊരു ബോർഡിലെ വാക്യമാണിത്. ശാസ്ത്രം സത്യമാണ്, മാർക്സിസം ശാസ്ത്രമാണ്, മാർക്സിസം സത്യമാണ്. അപ്പോൾ മാർക്സിസം സത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വാക്യമാണ്. യഥാർത്ഥത്തിൽ എംഗൽസിനെ പോലുള്ള ഒരാൾ തന്നെ ശാസ്ത്രീയമായ വസ്തുതകൾ സത്യം പോലുള്ള വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമോ എന്ന് സന്ദേഹപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സത്യം, ഇതിൻ്റെ മുന്നിൽ മുട്ടുകുത്തുവിൻ എന്ന് നാം ആരോടും പറയുന്നില്ല എന്നത് മാർക്സിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വാക്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ സത്യസങ്കല്പനങ്ങളെക്കുറിച്ചുള്ള മാർക്സിസത്തിൻ്റെ നിലപാട് എന്താണെന്ന് പോലും അറിയാതെയാണ് ഇത് എഴുതി വെച്ചവർ എഴുതിയതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെ ശാസ്ത്രം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ സത്യാത്മകവാദത്തിൻ്റെ, സത്യസങ്കല്പനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മതവാദത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അതിനെ ശാസ്ത്രമാത്രവാദം എന്ന് വേണമെങ്കിൽ വിളിക്കാം. സയൻറ്റിസത്തിൻ്റെ ഇതര രൂപങ്ങളിൽ അത് കേരളത്തിലെ ശാസ്ത്ര പ്രചാരകരിൽ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവർ കരുതുന്നത് ശാസ്ത്രം യഥാർത്ഥത്തിൽ സത്യം ആണ് എന്നാണ്. ഇതോടൊപ്പം സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്ന ചില പുതിയ നിലപാടുകളാണ്. ഇവിടെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ വിശ്വനാഥിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം ഫിലോസഫിയുടെ അന്ത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഫിലോസഫിയുടെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നവർ മറ്റൊരു രീതിയിൽ ഫിലോസഫിയെ എന്നതുപോലെ തന്നെ ശാസ്ത്രത്തെയും ചോദ്യം ചെയ്യുന്ന ചില സമീപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിഭൗതികം, മെറ്റാഫിസിക്സ്, ഫിലോസഫിയുടെ ബേസിസ് അതാണ്. നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായി ദൈവത്തെ കാണുകയും ഈ അടിസ്ഥാന ഉണ്മയുടെ സാന്നിധ്യത്തെ മറ്റെല്ലാറ്റിലും ദർശിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്മയെ സാന്നിധ്യമായി കാണുന്ന ആശയമാണ് മെറ്റാഫിസിക്സിനെ ആവേശിച്ചിരുന്നതെങ്കിൽ കേവല സത്യത്തെക്കുറിച്ചുള്ള ധാരണകളാണ് ജ്ഞാനശാസ്ത്രത്തെ, ശാസ്ത്രം പോലുള്ള വ്യവഹാരങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നതെന്ന് അവർ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന രൂപത്തിലാണ് നിങ്ങൾ ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ അതിനെ നിരന്തരം നവീകരിക്കുന്നതായി, ചിരവികസ്വരക്ഷമമായി അല്ലാതെ അതിനെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ, സത്യങ്ങളുടെ, ഒരു സത്യപ്രസ്താവനകളുടെ ഒരു സമാഹാരമായിട്ടാണ് നിങ്ങൾ ശാസ്ത്രത്തെ കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ദൈവത്തെ തിരിച്ചു കൊണ്ടുവരലാണ്. ദൈവത്തെക്കുറിച്ചുള്ള ധാരണകളെ ആധുനിക ശാസ്ത്രം ചോദ്യം ചെയ്യുന്നുവെങ്കിലും, ഇവർ പറയുന്നത് ആധുനിക ശാസ്ത്രത്തിലും ഇത്തരം പ്രവണതകളുണ്ടെന്നാണ്. ചോദ്യം ചെയ്യുന്നുവെങ്കിലും ഞാൻ പറയാതെ തന്നെ ആരാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഉത്തരാധുനികതയുടെ വക്താക്കളാണ്. ശാസ്ത്രീയതയുടെയും ഐഹികതയുടെയും ലോകങ്ങളിൽ യുക്തിപദ്ധതികളുടെയും നിയമങ്ങളുടെയും ചരിത്രത്തിൻ്റെയും പ്രകൃതിയുടെയും വിമോചക വർഗത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും എല്ലാ രൂപങ്ങളിൽ കൈവല്യത്തെയും അതീതത്തെക്കുറിച്ച് ഉള്ള സങ്കല്പനങ്ങൾ നിലനിൽക്കുന്നു എന്ന് അവർ പറയുന്നു. അപ്പം ശാസ്ത്രീയമെന്ന് വ്യവഹരിക്കപ്പെടുന്ന പല വ്യവഹാരങ്ങളും, മാർക്സിസം ഉൾപ്പെടെയുള്ള പല വ്യവഹാരങ്ങളിലും ഇതര രൂപങ്ങളിൽ ദൈവത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. അത് തൊഴിലാളി വർഗത്തിൻ്റെ രൂപത്തിലാകട്ടെ, പ്രകൃതിവാദികൾ പ്രകൃതിയുടെ രൂപത്തിലാകട്ടെ, ചിലർ ചരിത്രവാദികൾ ചരിത്രത്തിൻ്റെ രൂപത്തിലാകട്ടെ, ചിലർ കേവല സത്യമായിട്ടുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ രൂപത്തിലാകട്ടെ ദൈവത്തെ തിരിച്ചു കൊണ്ടുവരുന്നുവെന്ന്, ദൈവം അങ്ങനെ യഥാർത്ഥത്തിൽ മതത്തിൽ മാത്രമല്ല നമ്മളുടെ വ്യവഹാരങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടെന്ന്, അതിനെ മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ആവശ്യമെന്ന്, അതുകൊണ്ട് തന്നെ സത്താവാദ വിരുദ്ധമായിട്ടുള്ള ആൻറ്റി എസെൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള, ആൻറ്റി ഫൗണ്ടേഷണലിസ്റ്റ് ആയിട്ടുള്ള സമീപനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ഇവർ നിർദ്ദേശിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ സമീപനങ്ങളെയും സ്വീകരിക്കുന്ന ഒരാളല്ല, അതേസമയം അവരുടെ സത്താവാദ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കപ്പെടണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇത്തരം കാര്യങ്ങളിൽ സന്ദേഹങ്ങളും മുഴുവൻ ഉറപ്പുകളും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ചില സന്ദേഹങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ശാസ്ത്രം ഒരു തിയറി ഓഫ് എവരിത്തിങ് രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ലോകത്തിലെ 4 അടിസ്ഥാന ബലങ്ങളെ ഏകീകരിക്കാനുള്ളൊരു ശ്രമമാണത്.
അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിനെ അന്ന് ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു മദർ തിയറിയിലാണ്. ഈ മദർ തിയറി യഥാർത്ഥത്തിൽ ഏക സിദ്ധാന്തമല്ല. അത് സ്ട്രിങ് തിയറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. അത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ മാതൃ സിദ്ധാന്തം 4-5 സിദ്ധാന്തങ്ങൾ രൂപീകരിക്കപ്പെടാം എന്ന സ്ഥിതിയാണുള്ളത്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ അനിശ്ചിതമായിട്ടുള്ള ഒരു ചിത്രമാണ് ആധുനിക ഭൗതികം നൽകുന്നത്. ഇതിലേതാണ് നമ്മുടെ പ്രപഞ്ചമെന്ന് അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു യാദൃച്ഛികതയുടെ വിഷയമായി അത് മാറിത്തീരുന്നു. അഥവാ നിശ്ചിതമായ നിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങളെ മറ്റൊരു രീതിയിൽ ആധുനിക ശാസ്ത്രം എപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. നന്ദി.